നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വല്ലാത്തൊരു അടി കിട്ടിയ പോലെ ആയിപ്പോയി കൃഷ്ണമംഗലക്കാർക്ക്. ഒരിക്കലും അച്യുതനും രാജശ്രീ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ദേവമംഗലംകാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുന്ന. അലോകിനെ പോലീസ് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോ രാജശ്രീ നെഞ്ചത്തടിച്ച് നിലവിളി തുടങ്ങി. ആ സമയത്ത് നന്ദിത പോയിട്ട് രാജശ്രീയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതെ, അന്തേടനും അച്യുതേടനും ഒക്കെ പോയിട്ടുണ്ടല്ലോ, ഉറപ്പായിട്ടും അവനെ ഇങ്ങോട്ടേക്ക് വരുവുള്ളെന്ന് പറഞ്ഞു. ആ സമയം രാജശ്രീ ഇന്ദിരാമ്മയോട് പറഞ്ഞു, ഇപ്പോഴെങ്ങനെയുണ്ട്? അമ്മയല്ലേ പറഞ്ഞ ദേവമംഗലംകാരി പാവാന്ന്. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ അലോകിനെ അകത്താക്കിയത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോകിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അവളല്ലായിരുന്നോ ആ അനു? എന്നിട്ടോ ഇപ്പൊ കൊണ്ട് പരാതി കൊടുത്തിരിക്കുന്ന അവന്റെ പേരിലും. ഇത് ശരിയാന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇന്ദിരാമ്മയ്ക്കൊന്നും മറുപടിയില്ല. എന്ത് പറയാനായിട്ട് പറ്റും? ആ സമയത്ത് നന്ദിത പറഞ്ഞു, രാജശ്രീ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, വിഷമിക്കല്ലേ. അതെ, നന്ദിതയടുത്തേക്ക് അത് പറയാം. എന്റെ മോനെ പോലീസ് പിടിച്ചോണ്ട് പോയിരിക്കുന്ന എന്റെ കൺമുന്നിൽ വെച്ചാ അവനെ തല്ലിയത്. ഒരു പെറ്റമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലത്. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് അവൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്? അവൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പണ്ട് മുതലുള്ള പക കണ്ടു വളർന്ന അവന് അതുകൊണ്ടുള്ള ദേഷ്യത്തിന് ചെയ്തതാ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഇന്ദിരാമ്മ പറഞ്ഞു, രാജശ്രീ നീ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവനെ ഇറക്കിക്കൊണ്ട് വരാനായിട്ട് പോയിട്ടുണ്ടല്ലോ അവര് വരട്ടെ. അവര് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മോന്റെ ദേഹത്ത് കിട്ടിയ തല്ലിന് ആര് പകരം ചോദിക്കും? അല്ലെങ്കിൽ ആര് ഉത്തരവാദിത്തം പറയും? അല്ലെങ്കിലും ദേവമംഗലംകാരോട് പോയി ചോദിക്കാനായിട്ട് ഇവിടെ ആർക്കും ധൈര്യമില്ലല്ലോ. എല്ലാവരുടെയും മുട്ടു വിറയ്ക്കുമല്ലോ എന്ന് പറഞ്ഞു. എന്റെ അച്യുതേട്ടൻ മാത്രം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ഗോമതിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഗോമതി ടെൻഷൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, അല്ല നീ എന്തിനാ ഗോമതി ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ബാലേട്ടാ, അതല്ല, പിന്നെ കാര്യം എന്താ വെച്ചാ പറ. അല്ല, അവനെ പോലീസ് കുറെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുവോ? ഓ, അപ്പൊ അതാണ് നിന്റെ കാര്യം. അവൻ നമ്മുടെ മോളോട് ചെയ്ത ചതിക്ക് നിനക്ക് പ്രശ്നമില്ലല്ലേ? അല്ല, അങ്ങനെയല്ല, അവൻ കൊള്ളരുതാത്തവനാ, സമ്മതിച്ചു. പക്ഷെ എന്നാലും അവനെ ഉപദ്രവിക്കും എന്നറിയുമ്പോ ഗോമതി, അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് അവന് കിട്ടുന്നത്, അല്ലാതെ വെറുതെ ഒന്നും അല്ലാന്ന് പറഞ്ഞു. ഈ സമയത്ത് അലോകിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല രീതിയിൽ CI ചതച്ചിട്ടുണ്ടായിരുന്നു. കാരണം നിസാര പരാതി ആയിരുന്നല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ആ സമയം അലോക് പറഞ്ഞു, എന്റെ സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. തെറ്റ് ചെയ്യാതെ വെറുതെ ആണോടാ ഒരു പെണ്ണിന്റെ കല്യാണം മുടക്കിയത്? നീ എന്ത് കാണിക്കാനാണ് അവളുടെ കല്യാണം മുടക്കിയത്? അതിന് അലോകിന് ഉത്തരം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അച്യുതനും അതുപോലെ അനന്തരും ഒക്കെ വക്കീലിലും കൂട്ടിക്കൊണ്ട് അവിടേക്ക് ചെന്നു. അങ്ങനെ ഒടുവില് വക്കീല് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജാമ്യത്തിൽ അലോകിനെ വിടുവാണ്. ജാമ്യത്തിൽ വിട്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്യുതനാണെങ്കിൽ അലോകിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, എടാ മോനെ, ആ പോലീസുകാരൻ നിന്നെ കുറെ തല്ലിയോന്നൊക്കെ ചോദിച്ചു. സാരമില്ല അച്ഛാ, ഇതിന് എണ്ണി നമുക്ക് കണക്ക് ചോദിക്കണമെന്ന് പറഞ്ഞു. അച്യുതൻ പറഞ്ഞു, അനന്തേട്ടാ ഇനി എന്ത് പറഞ്ഞാലും ശരി, ഇതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിയിരിക്കും. കണ്ടോ, ദേവമംഗലംകാരോട് ഇനി പ്രതികാരമായിരിക്കും എനിക്കുണ്ടായിരിക്കുന്നത്. അനന്തേട്ടന് ചിലപ്പോൾ ഒരിത് കാണുമായിരിക്കും, അനന്തേട്ടന്റെ മോൾ അവിടെയാണല്ലോ എന്നൊക്കെയുള്ളേ. പക്ഷെ എനിക്കങ്ങനെ ആയിരിക്കില്ല, എന്റെ ഓരോ നിമിഷം പ്രതികാരത്തിൻ്റെതായിരിക്കും എന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, അതെ, ഞാനും ഇനി അതിന് വേണ്ടിയിട്ട് തന്നെ അച്ഛാ നീങ്ങുന്നേ. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് അലോകും ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. നല്ല രീതി ചത കിട്ടിയിട്ടുണ്ടായിരുന്നു അവന്. അതുകൂടാതെ ദേവമംഗലത്തിൽ നിന്ന് കിട്ടിയ തല്ലു വേറെ. എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അലോകിന് നല്ല പണി തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നീട് ബാലൻ ഗോമതി സ്റ്റോഴ്സിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ആകാശിനും ശ്രീദേവിക്ക് എല്ലാവർക്കും സന്തോഷമായി. അവനിട്ട് കിട്ടാനുള്ളതാന്ന് രാമേണ്ണ അപ്പോഴേ പറഞ്ഞു. അവൻ അങ്ങനെ തന്നെ വേണം. പാവം പിടിച്ചൊരു പെണ്ണിന്റെ കല്യാണം മുടക്കിയിട്ട് അവൻ എന്താ നേടിയത്? അത് കേട്ടപ്പം ആകാശ് പറഞ്ഞു, അതെ, മിക്കവാറും ഞങ്ങളുടെ കൈയും കൊണ്ടായിരിക്കും അവൻ തീരുന്നേ. ഈ സത്യങ്ങളൊക്കെ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി എല്ലാം ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്താണ് ആനന്ദ് ഫോൺ എടുത്ത് നോക്കുന്നത്. കാരണം ഫോണിനകത്ത് നോക്കിയിട്ടുണ്ട് വീഡിയോസും കാര്യങ്ങളും കാണാൻ പറ്റും. ഉദയഭാനു വന്നിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെയുള്ള കാര്യങ്ങളായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പൊ ശ്രീദേവി വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ കടയിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ആനന്ദ് എന്ത് ചെയ്തു, അപ്പൊ അതൊക്കെ ഫോൺ എടുത്ത് പരിശോധിക്കുകയാണ്. ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു ഇങ്ങനെ മേശവലിപ്പ് തുറക്കുന്നത് കണ്ടു. പക്ഷെ അതിനകത്തുനിന്ന് ക്യാഷ് എടുക്കുന്നതൊന്നും കണ്ടില്ല. കാരണം അതിനകത്ത് ആകെപ്പാടെ 200 2-3 നോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടായിരുന്ന എമൗണ്ട് മുഴുവനും ബാങ്കിൽ അടയ്ക്കാനായിട്ട് ആകാശിന്റെ കൊടുത്തു വിട്ടായിരുന്നു ശ്രീദേവി. അതുകൊണ്ട് ഉദയഭാനുവിന് പൈസ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പൊ പിന്നെ എങ്ങനെയാ ശരിയാന്ന്, പൈസ എടുത്തില്ലല്ലോ അയാള്, ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല ആനന്ദിന്. അപ്പൊ ശ്രീദേവി എടുത്തിട്ടില്ല, ഉദയഭാനു ഒന്നും പണം എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ ആരായിരിക്കും ആ പണം എടുത്തിട്ടുണ്ടായിരിക്കും എന്നൊരു ചിന്ത. ഒരുപക്ഷെ ഇനിയിപ്പൊ അയാള് മനസ്സിലാക്കി കാണോ താൻ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ മനസ്സിലാക്കാൻ വഴിയില്ല. അപ്പൊ ശ്രീദേവി പറഞ്ഞിട്ടുണ്ട്, എന്താണെങ്കിലും 2 ആഴ്ച കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്റെ ശമ്പളം കിട്ടും, ശമ്പളം കിട്ടുമ്പോൾ 50,000 രൂപ കിട്ടുമ്പോൾ അത് അച്ഛന് തന്നേക്കാന്ന്. ആ ഒരു സന്തോഷത്തിലാണ് ഉദയഭാനു പോയതെന്നുള്ള കാര്യം ആനന്ദിന് അറിയില്ലല്ലോ. അപ്പൊ ആനന്ദിന് നിരാശ തോന്നി. എന്നാലും ആനന്ദ് മനസ്സിലോർത്തു, സാരമില്ല, ഇനി അവസരം കിട്ടും, എന്താണെങ്കിലും ആ ക്യാമറ അവിടെ തന്നെ ഇരിക്കട്ടെ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞാല് ഇനി എന്തെങ്കിലും ഒരിക്കല് പണം മോഷണം പോയി കഴിയുമ്പോൾ കണ്ടുപിടിക്കാം, അതുവരെ ക്യാമറ അവിടെ ഇരിക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു. ശ്രീദേവി അല്ലെങ്കിൽ ഉദയഭാനു, ഇവരെ രണ്ടുപേരെ ആയിരുന്നു സംശയം ഉണ്ടായിരുന്നേ. അങ്ങനെ അന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ അച്യുതൻ അനന്തന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അനന്തേട്ടൻ ഇത്രയും ഇങ്ങോട്ടേക്ക് വിളിക്കണം, ഇനി അവളെ അവിടെ നിർത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം അനന്തേട്ടനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ച. അനന്തൻ പറഞ്ഞു, അല്ല അച്യുത, അത് പെട്ടെന്ന് അങ്ങനെ, അതെ, പെട്ടെന്ന് തീരുമാനം എടുക്കണ്ട, പെട്ടെന്ന് തീരുമാനം എടുക്കണം. ദേവമംഗലംകാർ ഇവിടെ വന്ന് നമ്മളെ വെല്ലുവിളിച്ചിട്ടല്ലേ അനുവിനെ വിളിച്ചോണ്ട് പോയത് എന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പം അനന്തൻ പറഞ്ഞു, അല്ല അതെ, കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അനന്തൻ പിന്നീട് ഇതിനെക്കുറിച്ച് നന്ദിതയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നന്ദിത പറഞ്ഞു, എന്താണെങ്കിലും മിത്ര ഇങ്ങോട്ടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനന്തേട്ടാ, അവൾക്ക് അവിടെ സന്തോഷം തന്നെയാ. അതവളെ നമ്മുടെ മുന്നിൽ അഭിനയിക്കുന്നതാണെങ്കിലോ ഒരിക്കലും അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മിത്ര പറയേണ്ടതല്ലേ, ഒരിക്കലും അങ്ങനെ അഭിനയിക്കേണ്ട ആളല്ല മിത്ര. പിന്നെ അവളുടെ ജീവൻ രക്ഷിച്ചത് അവരല്ലേ, അപ്പൊ പിന്നെ അവൾ അവിടെ നിന്നോട്ടെ. അച്യുതന്റെ വാക്ക് കേട്ട് നമ്മൾ എന്തിനാ അതിനിപ്പോ കിടന്ന് തുള്ളണ്ടേ, അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ ഉപദേശങ്ങളൊക്കെ അനന്തന് കൊടുക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനന്തന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് അച്യുതനും അലോകും കൂടെ പുതിയ പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കുകയാണ്. അച്യുതൻ അലോകിനോട് പറഞ്ഞു, ഏത് വിധേനയും ദേവമംഗലംകാർക്കിട്ട് പണി കൊടുക്കണം. ആ സമയം അലോക് പറഞ്ഞു, എനിക്കിട്ട് പണി കൊടുക്കാനുള്ള ആ അനുവില്ലേ, അവൾക്കിട്ടും അവളുടെ അച്ഛനുണ്ടല്ലോ ബാലൻ എന്ന് പറയുന്ന അയാൾക്കിട്ടുമാണ് കൊടുക്കണ്ടേ. ഉറപ്പായിട്ട് ഞാൻ കൊടുക്കും അച്ഛാ, അവളെ ഞാൻ വരച്ച വരെ നിർത്തും, അച്ഛൻ കണ്ടോളാൻ പറഞ്ഞു. എടാ മോനെ, അറിയാലോ അവള് പോയതൊരു നല്ല കാര്യം തന്നെയാ, അമേരിക്കക്കാരുമായിട്ടുള്ള ബന്ധം, അതൊക്കെ എനിക്ക് അറിയാം അച്ഛാ. പക്ഷേങ്കില് അതിനു മുമ്പ് അവരെനിക്ക് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് മുട്ടുകുത്തിക്കണം. അവളുണ്ടല്ലോ, അവളെയും വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ ജീവിതം തല്ലിക്കെടുത്തിയവള് അവള്. ഇനി അവളെ ഞാൻ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ വിടുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ലാന്ന് പറഞ്ഞു. ഈ സമയത്ത് അനുവിന് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഹലോകിനിട്ട് കൊടുക്കാൻ ആൾ ഇടിയും ചതയൊക്കെ താൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് പോലീസും കൂടെ പിടിച്ചോണ്ട് പിടിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്നാലും അവൻ അർഹിക്കുന്നത് തന്നെ അവന് കിട്ടിയത്. ഒരു വിഷമം ഉണ്ടായിരുന്നു അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത്. കേസും കൂട്ടമൊന്നും വേണമെന്ന് അനുവിനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവൻ തന്നോട് ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചടി അവന് നല്ല പണം തന്നെ കൊടുത്തിട്ടും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കേസും കൂട്ടമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മാമൻ ഇങ്ങോട്ടേക്ക് വരുമോ? കാരണം കൃഷ്ണമംഗലംകാരിലെ എതിർത്ത് കഴിയുമ്പോഴത്തേനും മാമൻ ഇവന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നൊരു ചിന്തയും തോന്നലുമൊക്കെ അനുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. ശരിയായിരുന്നു. ധർമ്മന് വൈകുന്നേരം മുറിയിൽ ഇരിക്കുന്ന സമയത്ത് സുകന്യ വന്ന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ധർമ്മനോട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്നാലും എന്റെ ധർമ്മേട്ട, ദേവമംഗലംകാർ ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ, അവരെന്ത് പരിപാടിയാ കാണിച്ചേ? ഒന്നും അല്ലെങ്കിലും അലോകിനോട് ഇങ്ങനെ ഒരു പ്രതികാരം ചെയ്യേണ്ട കാര്യമില്ല, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു, കംപ്ലൈന്റ് കൊടുപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുകന്യ പറഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു, അല്ല അവൻ ചെയ്ത അങ്ങനത്തെ ഒരു പരിപാടിയല്ലേ അനുവിനെ പിടിച്ചോണ്ട് പോയിട്ട്. അല്ല സത്യം പറയട്ടെ, ഇതിനകത്ത് നിനക്ക് എന്തേലും ഒരു പങ്കുണ്ടോന്ന് ചോദിച്ചു. എനിക്കോ? അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അത് കേട്ടപ്പോ സുകന്യയിൽ ഒരു പതർച്ചയുണ്ടായി. സുകന്യ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ, ഞാൻ ആരുടെ ഭക്ഷണം പിടിച്ച് പറഞ്ഞൊന്നുമല്ല, അങ്ങോട്ട് പറഞ്ഞോളെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് സുകന്യ ഒഴിഞ്ഞു മാറുവാണ്. സുകന്യക്കൊരു പേടി തോന്നി. ദൈവമേ, ഇനി ഇങ്ങ് താനെങ്ങാനും ഉണ്ടെന്ന് അനു പറഞ്ഞാൽ തീർന്നു. അനു ഇതുവരെയായിട്ടും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ തന്റെ മാമന്റെ ജീവിതം തകർന്നല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും അനു അത് പറയാതിരിക്കുന്നേ. എങ്ങാനും എപ്പോഴേലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിതം കട്ടപ്പുകയാന്നുള്ള കാര്യം സുകന്യയ്ക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.